നമസ്കാരം. ഡിസംബറിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഉപരോധത്തെ തുടർന്ന് വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. നിലവിൽ 4ാം പ്രതിയാണ് രാഹുൽ. 1ാം പ്രതി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. വരും ദിവസങ്ങളിൽ അറസ്റ്റ് മറ്റുള്ള കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമോ എന്നാണ് അറിയേണ്ടത്. അതോ കോൺഗ്രസിന് തലപ്പത്തുള്ളതുകൊണ്ട് മുതിർന്ന നേതാക്കളിലേക്ക് അറസ്റ്റ് നീങ്ങുമോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും സംഭവത്തിൽ വ്യാപക പ്രതിഷേധം നടക്കുകയാണ് സംസ്ഥാനത്തുടനീളം. രാവിലെ മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് നീങ്ങുന്ന വണ്ടി തടയലും മറ്റുമായി പ്രതിഷേധിക്കുന്നു. പലയിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സർക്കാർ ഭരണകൂട ഭീകരതയുടെ വക്താക്കൾ എന്നാണ് VD സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലോട്ട് വരട്ടെ, ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു. ഇതൊരു മുന്നറിയിപ്പാണോ, അതോ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ഭയമാണോ? ഇതെല്ലാം സതീശനുണ്ടോ എന്ന് നമുക്കറിയണം. എന്തായാലും 4ാം പ്രതിയെ അറസ്റ്റ് ചെയ്താൽ 1ാം പ്രതിയെ വെറുതെ വിടുമില്ലെന്നാണ് തോന്നൽ. അങ്ങനെയെങ്കിൽ നാണക്കേട് ഭയന്നാണോ സതീശൻ ഇങ്ങനൊക്കെ പറയുന്നേ? രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് പിണറായി വിജയൻ നേരിട്ടെന്ന് ഷാഫി പറമ്പിൽ MLA പറഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും അസ്വസ്ഥത മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുവരെ മാറിയിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ രാജ്യദ്രോഹ കേസിലോ തീവ്രവാദ കേസിലോ പ്രതിയല്ല എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ വീട് കയറി ആക്രമിക്കുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ EP ജയരാജനും രംഗത്തെത്തിയിട്ടുണ്ട്. ആളെ നോക്കിയല്ല, നിയമപരമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. ആക്രമണം നടത്തിയാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രത്യേക സംരക്ഷണമുണ്ടോ? വടിയും കല്ലും എടുത്ത് പോലീസിനെ ആക്രമിക്കുന്ന നിലയാണ് ഉണ്ടായതെന്നും EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിനെതിരെ മുളകുപൊടിയും മൊട്ടയുമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ എല്ലാ പിന്തുണയും കൊടുത്തതാണ് ഇവർ. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും മൈക്ക് കെട്ടി പ്രസംഗിച്ച് പ്രവർത്തകരെ പിരികേറ്റി വിട്ടതാണ് VD സതീശൻ. നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ എത്തിയപ്പോൾ കമ്പും വടിയും പെപ്പർ സ്പ്രേയുമായി സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ ന്യായീകരിക്കുകയാണോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും. അവിടെ പേരും മഹിമയും അധികാരത്തിന്റെ നക്ഷത്രങ്ങൾ ഉണ്ടോ എന്നും ആരും നോക്കാറില്ല. പണ്ട് 2012 UDFന്റെ ഭരണകാലത്ത് മുൻ മന്ത്രിയായ 2 പതിറ്റാണ്ടിലേറെയായി MM മണി ജില്ലാ സെക്രട്ടറി പാർട്ടിയെ നയിച്ചതാണ്. അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് ഇത്ര അത്ഭുതപ്പെടാനിരിക്കുന്നത്? തെറ്റ് ചെയ്തവർക്കെതിരെയാണ് നടപടി, അല്ലാതെ വെറുതെ ഇരിക്കുന്നവർക്കല്ല. ഇവരുടെ ഭരണകാലത്ത് ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുന്നതിൽ എന്താണ് കുഴപ്പം? ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്ന്. പ്രതിഷേധിക്കുന്നതിന് പകരം സംഘർഷവും കലാപവും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ഒരു വനിതാ പ്രവർത്തകയെ കൊണ്ട് സ്വന്തം ഡ്രസ്സ് കീറി വെപ്പിച്ച് അവസാനം അത് പോലീസ് കാണിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇതുപോലെയാണ് ഓരോ കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ്. പോലീസിന്റെ ഔദ്യോഗിക വാഹനങ്ങൾ ഉൾപ്പെടെ പൊതുമുതൽ നശിപ്പിച്ചതിനാലാണ് ജാമ്യമില്ലാ വകുപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സതീശന്റെയും സുധാകരന്റെയും നിരന്തരമായി മുഖ്യമന്ത്രിയെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തവരാണ്. മാനസിക നില തെറ്റിയതാണ് പിണറായി വിജയന്റെ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൂടി മുഖ്യമന്ത്രി കാര്യമായി പ്രതികരിച്ചിട്ടില്ല. പണ്ട് നടന്ന ചരിത്രങ്ങൾ സതീശന് പറഞ്ഞു കൊടുക്കുകയും സുധാകരനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടേ ഉള്ളൂ. എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ 1ാം പ്രതിയെ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെയാണോ രാഹുലിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് മുഖ്യമന്ത്രിക്ക് ഇത്ര നിർബന്ധം എന്താണ്? അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒന്നും പറയാൻ കിട്ടാത്തപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാധ്യമങ്ങൾ ആ വഴിക്ക് പൊക്കോളും എന്ന് കരുതിയിട്ടായിരിക്കും. മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നത് കൊണ്ട് കുറച്ചു പേർക്ക് അത് കണ്ട് സന്തോഷിക്കാനാകും. പക്ഷെ ഒന്നോർക്കുക, എന്തിനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനെയാണ്. വരും കാലത്ത് നേതാവായി ഉയർന്നു വരേണ്ടവർ. അങ്ങനെയുള്ള ആളുകളാണ് പോലീസിനെതിരെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ വ്യക്തിവിരോധം തീർക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. വരും ദിവസങ്ങളിൽ VD സതീശൻ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് വരുമോ എന്ന് പേടിച്ചിരിക്കുകയായിരിക്കും സതീശനും പിള്ളേരും.